നമ്മുടെ കുഞ്ചിന് എത്ര മീശ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാണാവാ എത്ര മീശ ഉണ്ടെന്ന് നോക്കിക്കോ, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം 2 ദിവസമായി പോയിട്ട്. പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോകാമായിരുന്നു കേട്ടോ. അതാണ് നമുക്ക് വീഡിയോ വരായിരുന്നതിൻ്റെ കാര്യം. കുളിച്ചോ കുളിച്ചെടുക്കുക. ഹൗസ് ബോട്ട് സ്റ്റാഫ് അവർ കുറയും പോകുന്നത്. ഇത് നമ്മൾ തിരിച്ച് വരാൻ നേരത്ത് വെള്ളം ആ പെരക്കകത്ത് കയറും. നമ്മൾ ഏറ്റവും കൊള്ളാൻ നേരത്ത് നമ്മളിപ്പോഴേ ഇനി നമുക്ക് ഓടി കൈനഗരി ആറ്റി ഇറങ്ങി നേരെ നെടുമുടി റൂട്ട് പോകാം. നെടുമുടി റൂട്ട് പോകുമ്പോൾ നമ്മുടെ ചെമ്പിപ്പാടത്തിൻ്റെ തോട്ടിൽ വേണം നമുക്ക് അകത്തോട്ട് കയറിച്ചില്ല. ആ ചെമ്പിത്തോട്ടിലകത്തായിട്ട് ഒരു പാങ്ങ് കിടപ്പുണ്ട്. അവിടെ സാധാരണ നമുക്ക് കൊഞ്ചിൻ്റെ സീസണൊക്കെ നമുക്ക് കൊഞ്ച് കിട്ടുന്നതാണ്. നമുക്ക് ആ തോട് വഴിയാണ് കയറി അകത്തോണ്ട് പോകണ്ട കേട്ടോ. ഈ തോട് നേരെ കയറി ഇറങ്ങി വട്ടക്കായലിൽ ഇറങ്ങി അവിടുന്ന് നേരെ ഒരു തോട് കയറി നമ്മൾ കൈനഗരി ആറ്റിലിറങ്ങി. ആ വെള്ളമേ ആ തോട് നിറഞ്ഞാ വരുന്നത്. നോക്കിക്കേ കേട്ടോ, ഒരു ശകല സ്പേസേ ഉള്ളൂ ഇനി നമുക്ക് പോകാനായിട്ട്. അളിയനാണ് ഓടിക്കുന്നത് അജിലാല്. ഇത് കൈനഗരി പൊട്ടക്കായലാണ് കേട്ടോ. മീനപ്പള്ളി കായലെന്ന് പറയും. പിന്നെ നമ്മുടെ കൈനഗരിയിലെ ടെർമിനലിൽ ഇരിക്കുന്നതാണ് ഈ കായൽ. അപ്പം ഇതിൻ്റെ ഈ പടിഞ്ഞാറ ബണ്ടലായിട്ട് ഒരു 3 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്. ഈ പാടത്തിൻ്റെ ബണ്ടലാണ് ഒരു 3 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആരെങ്കിലും ഈ കായലിൻ്റെ ഈ സൈഡിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പാപ്പനെ ഒന്ന് വിളിക്കണം, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സ്ഥലത്തിൽ ആ ഭാഗം കണ്ട കേട്ടോ. പറഞ്ഞ സ്ഥലമില്ല ആ ഭാഗം കണ്ട. 3 സെൻറ്റ് സ്ഥലം കാണാം. നമ്മൾ കൈനഗരി ആറ്റി ഇറങ്ങി കേട്ടോ. അങ്ങനെ കൊണ്ട് വേമ്പനാട്ട് കായൽ പോണേ. ആ റൂട്ട് വേമ്പനാട്ട് കായൽ പോണേ. ഈ നേരം നമ്മൾ ചേനങ്കരിക്ക് പോവും, ഈ നേരം നമ്മൾ നെടുമുടിക്ക് പോവും. നമ്മളിപ്പോൾ നെടുമുടി റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈനഗരി ഇളങ്കാവ് അമ്പലം കേട്ടോ. വള്ളത്തിൻ്റെ പുറകെ പയമ്പ് ചാടിച്ചാടിപ്പാണ്. പയമ്പാ കൊലാൻ എന്താണ് ചാടിച്ചാടി. നമ്മുടെ പുറകെ കാണുന്നില്ല, ആ കാണുന്നു. ആ നേരെ കാണുന്നത് കുട്ടനാട് MLA വീടാണ് കേട്ടോ.
നമ്മൾ സൈറ്റ് വന്ന് കേട്ടത് ഇതാ സൈറ്റ്. ഈ കടകല ഉദ്ദേശിക്കുന്നത് അത് മോട്ടർ തള്ളുന്നതുകൊണ്ട് പൊക്കമാണ്. പക്ഷെ ചേർമീൻ ഉണ്ടെങ്കിൽ ചേർമീൻ കാണും. പക്ഷെ ആ മോട്ടർ നടത്തുന്ന കാരണം നമുക്ക് വല വെച്ചാലും വല വലിച്ച് ചിലപ്പം കളയും. അതെ, ഇവളിങ്ങനെ വട്ടം നിൽക്കുന്നുണ്ടെന്ന് പോകാൻ ഒരു ബുദ്ധിമുട്ട്. ഓയ് ആ ബണ്ടിട്ടപ്പോ അല്ലേ മുട്ടിട്ടപ്പോ കേറി പിടിച്ചിരിക്കുന്നു. ഞങ്ങളപ്പം വേറെ സൈറ്റ് നോക്കുക, ഇത് പിടിവിട്ടു വേറെ സ്ഥലത്തോട്ട് പോവാ. നമ്മളെ ഈ തോട്ടിൽ നിന്ന് ഇറങ്ങുക കേട്ടോ, കാരണം അത് ഭയങ്കര പൊക്കവും അതുകൂടാതെ മോട്ടർ പൊക്കത്തിൻ്റെ കുഴപ്പമില്ല. പൊക്കമാണെന്ന് പറഞ്ഞാൽ ചേർമീൻ കാണും പൊക്കത്ത്. ഈ മോട്ടർ ഓടാൻ നേരത്തെ ചെറിയ മീനുകളൊക്കെ വരാൻ നേരത്ത് പൊക്കമാണെന്ന് പറഞ്ഞാലും ചേർമീനൊക്കെ അവിടെ തന്നെ ആയിരിക്കും. അപ്പം ഈ ചെറിയ മീൻ വരാൻ നേരത്ത് അതിനെ വെട്ടാനായിട്ട് അവിടെ കയറി നിൽക്കും. പക്ഷെ മോട്ടർ കണ്ടിന്യൂ ഓടുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ഈ തോട് അങ്ങോട്ട് കയറുമ്പം ഒരു ശകലം കടകൾ കിടപ്പുണ്ട്. അവിടെ അതൊന്ന് നോക്കായിട്ട് ഇതിപ്പോൾ നമ്മൾ പൊങ്ങ തോട്ടി വന്നു കേട്ടോ. നമ്മൾ അപ്പഴെ പൊങ്ങ തോട്ടി നോക്കി, അവിടെ പൊങ്ങ തോട്ടി നോക്കിയിട്ട് അവിടെ രക്ഷയില്ല. നമ്മളിപ്പം ചേനങ്കരി പള്ളിയുടെ അവിടെ വന്നിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് ചേനങ്കരി പള്ളി. അവിടെ ഇപ്പം പെരുന്നാളെ എന്താണ്ടോ ആണെന്ന് തോന്നുന്നു. നമ്മളിനിയിപ്പം മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് തലത്തിൽ നിന്ന് നോക്കി, എന്നിട്ട് അവിടെ നമുക്ക് വല വെക്കാനുള്ള സ്കോപ്പില്ല. അപ്പം നമ്മൾ വേറെ സ്ഥലത്ത് പോകും. അപ്പം നമ്മൾ ഓരോ സ്ഥലവും നമ്മളൊരു കൂലിപ്പണിക്ക് പോകണക്കല്ല, നമ്മളൊരു കൂലിപ്പണിക്ക് പോയാൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ചെന്നാൽ മതി. ഇതെന്ന് പറയുന്നത് നമ്മൾ വല വെക്കേണ്ട സ്ഥലം നമ്മൾ കണ്ടെത്തണം. അപ്പം ചിലവർക്ക് തോന്നും ഇത് കഥ പറച്ചിലായിട്ട്, ചിലവർക്ക് തോന്നും ഇത് കഥ പറച്ചിലല്ല, ഇത് നമ്മുടെ ജീവിതമാണ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗം. ഒരു സ്ഥലത്ത് ചെന്ന് നമ്മളൊരു ചവറുണ്ടെങ്കിലും ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും വെച്ചതാകാം. ചിലപ്പോൾ നമ്മളവിടെ വല വെക്കാനുള്ള സൗകര്യം നമുക്ക് കാണത്തില്ല. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മൾ പോകണം. ഇങ്ങനെ യാത്രയായിരിക്കും, പണിയാനെക്കാട്ടും കൂടുതൽ യാത്രയായിരിക്കും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ. ഒരു സ്ഥലത്തില്ലെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ നെടുമുടിയായി കേട്ടോ. അല്ല ആ കാണുന്നത് നെടുമുടി പാലം ഇല്ല, അങ്ങ് കാണുന്നു. ഇത് മൂന്നാറ്റുമുഖം. നമ്മളിപ്പം വന്ന ആ ആറാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ നേരെ അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ പുളുങ്ങുന്ന റൂട്ടാണ്. അങ്ങോട്ട് പോകണ പുളുങ്ങുന്ന്, അങ്ങോട്ട് പോകണ വേണാട്ടുകാട്. അപ്പം നമ്മൾ പുളുങ്ങുന്ന റൂട്ടായിരിക്കും കയറുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വല വെച്ചാൽ നമുക്ക് കൃഷ്ണ മത്സ്യം കിട്ടിയത് ഇവിടെ വെച്ചാൽ കേട്ടോ. കൃഷ്ണ മത്സ്യം എന്ന് പറഞ്ഞാൽ നീലവാഹ ഇവിടെ വെച്ചാൽ നമ്മൾ. പിന്നെ ഇതിപ്പം നെടുമുടി നസറത്ത് പള്ളിയാണ് ആ കാണുന്നത് കേട്ടോ. അത് നസറത്ത് പള്ളിയായിരുന്നത്. അപ്പം നമ്മൾ അമൽപ്രോ ഇവിടെ ഒരു 20,000 വരാക്കുഞ്ഞുങ്ങളിട്ടുണ്ട്. 20,000 വന്നു തോന്നുന്നു ഇതിവിടെ ആയിട്ട്. ഇത് ഈ വീടിനകത്തൊരു കുളമുണ്ട്, ഈ വീടിൻ്റെ പുറകിൽ. ആ കുളത്തിലൊരു 20,000 കുഞ്ഞുങ്ങളിട്ടുണ്ട്, വരാക്കുഞ്ഞുങ്ങൾ. നമ്മളിപ്പോൾ നേരെ കാണുന്ന പുല്ല വെക്കാൻ പോണം കേട്ടോ. ആ പുല്ല് ലക്ഷ്യമാക്കിയാണ് ഇപ്പം നമ്മൾ വന്നത്.
വള്ളംകളി ഡേറ്റൊക്കെ തീരുമാനിച്ചതാ, വള്ളങ്ങളെല്ലാം കൊണ്ടുവരിക. ഇത് മങ്കമ്പ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന തോടാകട്ടെ. തുഴയടാ. പിള്ളേർ ട്രയൽ ചെയ്യുക കേട്ടോ. നമ്മൾ തുഴഞ്ഞു നോക്കുക കല്ല് കെട്ടത്. ഇത് കാവാലത്തിന് പോണ പാലമാണ് കേട്ടോ. ഇത് മങ്കമ്പ് ബ്ലോക്ക്. നമ്മളില്ല, അവിടെ ഒരു ചവറ് കിടപ്പുണ്ട്. അതുകൂടാതെ അവിടുന്ന് അങ്ങോട്ട് തിരിയുന്നതാണ് നമ്മൾ പുളുങ്ങുന്ന്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വല വെക്കാൻ സ്ഥലമുള്ളവരെ നമ്മൾ ഓടുക. ഇപ്പം ഒരു സ്ഥലം കൃത്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. ആമ്പപ്പൂ വിളിച്ചിരിക്കുന്ന കണ്ട, ഇത് റോസ് ആമ്പപ്പൂവാണ്. ആ പാടത്ത് നിൽക്കുന്നത് കേട്ടോ, കണ്ടാ റോസ് കളർ ആമ്പപ്പൂവാണ് ആ പാടത്ത്. ഈ പാടത്ത് നിൽക്കുന്ന വെള്ള ആമ്പപ്പൂവാണ്. ആ പാടത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയാൻ മേലെ. അത് നമ്മളെ പുളുങ്ങുന്ന കേട്ടോ, പുളുങ്ങുന്ന പള്ളി. നോക്കിക്കുക, അത് നോക്കിക്കുക, ആമ്പപ്പൂണിക്ക് കണ്ട. നമ്മളിപ്പോഴും ഇപ്പോഴാണ് കൊടുക്കുന്നത് കേട്ടോ. അതല്ല അവിടെ പിന്നെ നമ്മളിത് ഈ ചവറിനടക്കാം അങ്ങ് വരാം ആ കടകളുടെ. അപ്പം നമ്മൾ നേരെ പുളുങ്ങുന്ന പള്ളിയുടെ നേരെ എതിർവശത്താണ് കേട്ടോ. നമ്മളിപ്പം വലയെല്ലാം കറക്കി കുത്തി കേട്ടോ. വലയെല്ലാം കറക്കില്ല, അങ്ങോട്ട് കുത്തി. ഇപ്പം അങ്ങ് വരെ പണിയാനുണ്ട്. അപ്പം പണിയാനായിട്ട് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പനിറങ്ങി. അപ്പം നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്തൊരു ഒതുക്ക് കഴിയുമ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് പാണത് കേട്ടെ. അവിടുന്ന് ഇങ്ങോട്ട് പാണത് നമ്മളിപ്പം ഈ പോർഷൻ വരെ. നമ്മളെ ഉള്ളുമ്പല കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി നമ്മൾ കറക്റ്റ് വരുന്നത്. ഉള്ളുമ്പല കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയാലും ഉള്ളുമ്പല ആകത്തില്ല. നമുക്ക് ഇവിടെ അതുകൂടെ 3-4 കൂടൊക്കെ ഇരിപ്പുണ്ട്. കൂടിൻ്റെ അത് ചെമ്മീനുണ്ട്. ഒന്നും പറ്റില്ല. നമുക്കത് ഇപ്പം കൈക്ക് തപ്പിക്കിട്ടേ കൊഞ്ചൊന്നും കണ്ടില്ല അല്ലേ? കൊഞ്ചൊന്നും കണ്ടില്ല. ചെമ്മീൻ നല്ല കറുത്ത് കരിയിട്ട് കണ്ടിരിക്കുന്നു. നമ്മളിന്നിപ്പം പരിപാടിക്ക് ഇറങ്ങുക കേട്ടോ. ഞങ്ങളുടെ ഓണത്തിൻ്റെ പങ്കൊക്കെ ഈ വലയ്ക്ക് ഇനിയുള്ള വലയിലുകളിലാണ് നമ്മുടെ ഓണത്തിൻ്റെ പങ്ക് കിട്ടണ്ടല്ലേ അണ്ണ? നമ്മളെ വലയെല്ലാം ഇപ്പം പൊങ്ങി കേട്ടോ. വലയെല്ലാം പൊങ്ങി. അപ്പം നമ്മുടെ അപ്പൻ്റെ കയ്യിലൊരു കൊഞ്ച് കിട്ടിയായിരുന്നു. നമ്മൾ വലയെ ചേർത്ത് ഇവിടെ വെച്ചതാണ്. കൊഞ്ച് ഇത് നല്ല ഹെവി വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ. അതുകൂടാതെ ഈ കൊഞ്ചിനെ ഞാൻ നല്ലപോലെ കാണിച്ച്, ഇതിൻ്റെ കാലെല്ലാം പൊഴിഞ്ഞു പോയിട്ട്, ഇതിൻ്റെ കാലെല്ലാം പൊഴിഞ്ഞു പോയിട്ട് അടുത്ത കാല് ചെയ്ത് തന്നെ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയത്. ഇതിൻ്റെ എല്ലാ കാലും പോയിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയത് എല്ലാ കാലും പോയിട്ടുണ്ടെങ്കിലും അതേ കണക്ക് തന്നെ എല്ലാം കിളുത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ മെയിൻ കാല്. നോക്കിയാണ്ട ഇത് ആ ഇറുക്കുന്നതാണ്. ഇറുക്കുന്നതാണ് എല്ലാം ഇതന്നെ. അപ്പോൾ ഒറ്റ കാലില്ലാതെ പോയത്. ഒരു കാല് പോലും, ചെറിയ കാല് പോലും ഇല്ല. എടുക്കുക ആർക്കറിയാം. ഒരു കാല് പോലും ഇല്ല. എല്ലാ കാലും കിളുത്ത് വരുന്നത്. പിന്നെ കൊഞ്ചിൻ്റെ കാല് ഒടിഞ്ഞു പോയാൽ പിന്നെ രണ്ടാമത് വരും കേട്ടോ. ഞാനിതിന് മുന്നേ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ കാലൊക്കെ ഒടിഞ്ഞതായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കയ്യൊക്കെ കിട്ടിയത്. ഇല്ലെങ്കിൽ പറഞ്ഞേനെ. ഇതെങ്ങനെ ഇല എടുക്കുമോ പാപ്പം? കാലില്ലാതെ അങ്ങനെ നീക്കി എടുക്കും. ഇതൊന്നും തള്ളി വന്നത്. നമ്മുടെ ഇവിടെ ഒരു കരിമീന് ഉണ്ട് കേട്ടോ. അത് ചാടി വേണം. അത് നമ്മൾ പിടിച്ചിട്ടല്ല, അത് ചാടി വേണം.
പറയാൻ പറ്റില്ല, ചൂരിക്ക വെള്ളം ചൂടായത് കൊണ്ടാണ്. ഒന്നോട്ടം ചെമ്മീൻ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നോട്ടം ചെമ്മീൻ കല്ല് കപ്പുമ്പോഴൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ പൊടിമീനത് ഒന്നോട്ടം പരലൊക്കെ കൂടുതലാണ്. നമുക്കിത് ഇത്രയും പോഷണങ്ങളേ ഉള്ളൂ ഇനി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടില്ല. ഇത് നമ്മൾ പൂളയെല്ലാം തള്ളി മാറ്റി. ഇനിയിപ്പം ഇത് നമ്മൾ 2 പോർഷനായിട്ടായിരിക്കും എടുക്കുന്നത്. ഇതിപ്പോൾ എടുക്കും, അത് പിന്നെ അടുത്തത് നമ്മൾ ഒറ്റയടി ആയിട്ട് എടുക്കും. കൊഞ്ച് നമുക്കിപ്പം അപ്പൻ്റെ കിട്ടിയ ആ ഒരു കൊഞ്ചേ ഉള്ളൂ. വേറെ കൊഞ്ചൊന്നും കയ്യാൻ മുട്ടിയതുമില്ല അല്ലേ. അപ്പം കൂറുപോയില്ല, ആ ഓലയൊന്നും ഒന്നോട്ടം കൂറ് വേല എന്താ. ഉറുവ കാലിക്കുഞ്ഞ് കുറുവയായിരുന്നു. ഒന്നിട്ട് കാലൊന്ന് മുട്ടിയതല്ലേ. കുറേ കുറവ് കിടക്കുന്നുണ്ട്. ഒന്നോട്ട് ചെമ്മീൻ അഞ്ചാറ് കുറുവ മാത്രമേ ഇപ്പം പല മുങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് അതങ്ങോട്ട് വലിച്ചു പിടിച്ചോ. ആ കണ്ടിവിടെ നമ്മുടെ ലാസ്റ്റ് മുറി എടുക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളു കേട്ടോ. നമ്മുടെ കാലത്ത് എല്ലാവരും ഇത് കണ്ടോ, ഒരു മുറി മുറിച്ചിട്ടുള്ള മീനാണ്. ഇതിൻ്റെ അകത്തുള്ളതാണ് നമുക്കുള്ളത്. എന്തായി കാണുക ഒരു കരിമീൻ കിടക്കണം. അങ്ങോട്ടും കൊണ്ടുണ്ട്. എന്നാലും നമുക്ക് കൊഞ്ച് ഹലോ അങ്ങോട്ട് വെക്കാനോ. ഉള്ളി വെള്ളം ഉണ്ടാക്കണം.
വരുന്നു. ഇത് അറിഞ്ഞില്ല കേട്ടോ. എടുക്കാൻ വരുന്നതല്ല. കൊണ്ടൊന്ന് പറയുന്ന സാധനമില്ല. ആ 2-3 കൊണ്ടുകൊണ്ടില്ലാതെ വേറെ ഒന്നും. സാധാരണ നമ്മൾ വല വെക്കുമ്പോഴേ നമുക്ക് ഈ തപ്പി തന്നെ നമുക്ക് 1 കിലോ 2 കിലോ കൊഞ്ചൊക്കെ കിട്ടും. ഈ കൊഞ്ചിൻ്റെ സീസൺ അങ്ങനെ കിട്ടും. പക്ഷെ ഇതിപ്പം കൊഞ്ചില്ലായിരുന്നു നമ്മൾ വെച്ചത്. അതാണ് നമുക്ക് തപ്പിയൊന്നും കിട്ടായിരുന്നു. ചെമ്മീൻ ഇതിനൊക്കെ ഒരു കുഞ്ഞാണ്. നമ്മൾ പുളുങ്ങുന്നാറ്റ് വന്ന് വളർന്നിട്ട് മീൻ വളരെ കുറവല്ല. ആ മീനുണ്ട് നാട്ടിൽ പാകം. നമ്മളങ്ങനെ മാരിയിടുന്ന അവസ്ഥയിലേ അവത്തെ ചെമ്മീൻ പോവും. നമ്മൾ കാണാതിരുന്ന അവത്തെ പോകും. അത് ഇച്ചിരി കഴിയുമ്പോൾ ചെമ്മീൻ ഉണ്ടെങ്കിൽ അടിച്ച് മേളി വരും. നമുക്ക് അറിയാൻ പറ്റും. വലയെടുക്കുമോ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ പിന്നെ ഈ ഒരു സ്റ്റേജ് ഒരു വല വെച്ചിട്ട് ഇത്ര മീൻ കിട്ടുന്ന ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്ക് എല്ലാ വർഷവും ഓണത്തിന് സെയിം ഈ ഇത് തന്നെയാണ്. നമ്മൾ എവിടെ പോയി വല വെച്ചാലും മീൻ വളരെ കുറവ്. എല്ലാ ഓണത്തിനും നമുക്ക് ഇനിയിപ്പോൾ ഒരു ഓണം കഴിഞ്ഞൊരു 10-15 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കായലെല്ലാം ഒന്നിച്ചങ്ങ് പറ്റും. നമ്മളെ റാണി മാർത്താണ്ഡ, ചിത്തിര, സി ബ്ലോക്ക് 6000, രാജപുരം, വെൺമണി, അയ്യനാട്, ജഡ്ജി 6000, എല്ലാ കായലും പഴയ 4000, 24,000 എല്ലാ കായലും ഒരുപോലെ പറ്റും. അതൊരു നമ്മൾ ഓണം കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം ആകുമ്പോൾ പിന്നെ വരാലിൻ്റെ പണിയായിരിക്കും. വരാലായിരിക്കും പിന്നെ നമ്മൾ തപ്പാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ സമയത്ത് എല്ലാ വർഷവും ഉള്ള നമുക്ക് ഈ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഒരു പണിയും നടക്കാതിരിക്കണം. നമ്മൾ നാളെ എങ്ങോട്ട് പോകും ചെറുക്കാൻ? നാളെ എവിടെ പോയി പണി? നമുക്ക് ആ തോട്ടിൽ കയറി വല വെച്ചാലും ചെറിയാൻ്റെ തോട്ടി ചിലപ്പം ചെറുമീനും കാര്യം കാണും. ഒന്നൊറ്റ ചെമ്മീൻ ഊരി
നമ്മളിപ്പോൾ പുളിങ്കുന്നിന്ന് ഇപ്പം പള്ളാത്തുരുത്തി ആറ്റ് വന്നു കേട്ടോ. അപ്പം ഭയങ്കര മഴയായിരുന്നു അവിടെ. ഞങ്ങളെല്ലാം നനഞ്ഞ് കുളിച്ചു. അപ്പൻ്റെ ബനിയനൊക്കെ നനഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ മഴയില്ലായിരുന്നു. ഇവിടെ മഴ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഇലയിലൊക്കെ നമുക്കറിയാമായിരുന്നു. ഇവിടെ മഴയില്ല. പക്ഷെ ഞങ്ങൾ വന്ന ആ ഭാഗം ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഓടി ഇങ്ങനെ കറങ്ങിയത്. അവിടെ ഭയങ്കര മഴയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പള്ളാത്തൂത്തി ചെല്ലാണ്ട് ഏതാനും കുറച്ച് സമയമുള്ളൂ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്ന് മൊത്തം കിട്ടിയ മീനാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മൊത്തം കിട്ടിയ മീൻ കണ്ടല്ലോ. ഇത് കണ്ടോ, ഒരു കലത്തിൻ്റെ ഒരു സൈഡിൽ കിടക്കാനുള്ള മീനേ ഉള്ളൂ. കൊഞ്ച് തന്നെ, കൊഞ്ച് 4-5 കൊഞ്ച്. അതേ ഉള്ളു കൊഞ്ച്. അപ്പം അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം അച്ചായൻ്റെ കടയെ കൊണ്ട് കൊടുക്കണം. എന്നത് അരുവെന്ന് അറിയാൻ മേല. നമ്മളിപ്പോൾ 450 രൂപയുടെ പെട്രോളും മേടിച്ചുകൊണ്ട് പോയതാണ്. 500 രൂപയുടെ മേടിച്ച കന്നാസിൽ നിന്ന് ഇങ്ങനെ വണ്ടിയെ വരുമ്പം പോകുമല്ലോ എന്ന് വെച്ചാൽ 450 രൂപ മേടിച്ചല്ലോ. ആ 450 രൂപയുടെ പെട്രോൾ ഇപ്പം ഓടിച്ചു. 450 രൂപയുടെ പെട്രോൾ ആകത്തില്ല. 1 ലിറ്റർ പെട്രോൾ ചിലപ്പം നമ്മൾ ഇഞ്ചിനിൽ ബാക്കി കിടക്കും. നമ്മൾ ഇപ്പം ഇനിയിപ്പോൾ അതുകൊണ്ട് കൊടുക്കണം. ഒരു കരിമീനേ ഉള്ളൂ. നല്ലൊരു കരിമീനാണ്. ആ ഒരു കരിമീനേ ഉള്ളൂ. കരിമീൻ എന്ന് പറയാം. നിങ്ങളുടെ നോട്ടത്തില് ഈ കൊഞ്ചിന് എത്ര മീശയുണ്ട്? ഈ കൊഞ്ചിന് എത്ര മീശ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നല്ലപോലെ കണ്ടോ കണ്ടോ? കൊഞ്ചിന് 8 മീശ ഉണ്ട് കേട്ടോ. 8 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് 8 കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് 6 എണ്ണം കാണാൻ പറ്റില്ല. 8ാമത്തെ മീശ കാണിച്ചു തരാം. എട്ടാമത്തെ മീശയാണ് കണ്ടോ? ഇത് 7, ഇത് 8. അപ്പോൾ ഈ ചെറിയ മീശ ആരും കാണത്തില്ല. അപ്പം കൊഞ്ചിന് മൊത്തം 8 മീശ ഉണ്ട് കേട്ടോ. 6 മീശയെന്ന് ആരും പറയില്ല. നമ്മുടെ കൊഞ്ചിന് എത്ര മീശ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാണാവാ എത്ര മീശ ഉണ്ടെന്ന് നോക്കിക്കോ. ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്തെങ്കിലും നോക്കിയാൽ കാണാത്ത മീശയും കൊഞ്ചിനുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പം തന്നെ കാണിക്കാം. നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതേ കണക്ക് തന്നെ അതേ ഇതിനും ഉണ്ട് കേട്ടോ. 8 മീശ കേട്ടോ. നോട്ടത്തിൽ നമുക്ക് 6 മീശ കാണത്തുള്ളൂ. എന്നാൽ 8 മീശ ഉണ്ട്. നമ്മളിനിയിപ്പം അച്ഛന് കൊടുക്കാൻ പോവാ കേട്ടോ. എന്ത് കിട്ടുമെന്നോ എന്താണെന്നോ ഒന്നും ഒരു ഇതില്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ചിലവ് കാശെന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ അടിച്ച കാശിൻ്റെ മീൻ പോലും ഇല്ല. നോയമ്പ് കഴിഞ്ഞല്ലോ അച്ഛാ. എന്നിട്ടും എനിക്കറിയാൻ വയ്യ. 1 രൂപയുടെ കച്ചവടം. ആ തട്ടിന്റെ മേളിലേക്ക് ഇട്ടായിരുന്നു. തട്ടിന്റെ മേളിൽ
വല്ല കിഴക്കാപ്പുറം കിടക്കണം അല്ലേ? ആ അത് തന്നെ. പിന്നെ ബാബുവൊക്കെ നോക്കി വേറെ ഉണ്ടോ? എന്തോ വേറെ കൊണ്ടുവന്നു. ഒരു പട്ടി പറഞ്ഞിട്ട് വരുന്നത് കാരക്കിലോ കൊണ്ട് ഉറുവ രണ്ടര 2.5 കിലോ ഹോളിതെല്ലാം കൂടെ ഒന്നാമതെ കൊണ്ടായിരുന്നു. കുടുംബമുണ്ടത്. വെട്ടറിഞ്ഞല്ലേ നല്ല സൂപ്പർ അറിയല്ലേ. ഒന്നിനോടാണ് കാക്കിലുണ്ടോ? ഞാൻ കാക്കിലുണ്ടോ? ഒന്നാമത് ഞങ്ങളെ പോയിട്ട് പെട്രോള് കാശ് പോലും ഇല്ല. ഇതുകൊണ്ട് വറുത്തിട്ട് ഇതിന്റെ കൂടെ അരിയൊന്നും ഇട്ട് കഞ്ഞിയൊന്നും അരിയൊന്നും മേടിക്കണ്ട. ദിവസം പോയിട്ട് അങ്ങ് കിട്ടുവാ. ഇവിടെ ആണ് വാരി കൂട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ കുത്തിയിരിക്കുന്നത് ഞങ്ങളങ്ങ് കാര്യം